SJC ക്രോണിക്കിളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആൻസി AS. 60ന്റെ നിറവിൽ സെന്റ് ജോസഫ് കോളേജ്. കോളേജ് ഡേയും യാത്രായപ്പ് യോഗവും ആഘോഷമാക്കി വിദ്യാർത്ഥികൾ. ഇരിങ്ങാലക്കുട സെയിന്റ് ജോസഫ്സ് കോളേജ് ഓട്ടോണോമസിൽ 60ാം വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്കുള്ള യാത്രയയപ്പും സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി VC ഡോക്ടർ MK ജയരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തിന്റെ പുരോഗതിക്ക് ഗവേഷണ സാധ്യതകൾ എത്രത്തോളമാണെന്നും 4 വർഷം നീണ്ടുനിൽക്കുന്ന ഡിഗ്രി കോഴ്സുകൾ ഇവയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും കാലിക്കറ്റ് VC ഡോക്ടർ MK ജയരാജ് വിശദീകരിച്ചു. വിരമിക്കുന്ന ബോട്ടണി വിഭാഗം മേധാവി ഡോക്ടർ റോസ്ലിൻ അലക്സ്, ഹെഡ് അക്കൗണ്ടന്റ് സിസ്റ്റർ അല്ലി ആന്റണി, ലാബ് അസിസ്റ്റന്റുമാരായ NT ലൂസി, KD റോസ്ലി എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ സുപ്പീരിയർ ജനറൽ മദർ ഡോക്ടർ ആനി കുര്യാക്കോസ് ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്ലെസ്സി റിപ്പോർട്ട് അവതരിപ്പിച്ച ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ, വാർഡ് കൗൺസിലർ ഫെനി എബിൻ വെള്ളാനിക്കാരൻ, PTWA പ്രസിഡന്റ് ഡേവിസ് ഊക്കൻ എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് വിദ്യാർത്ഥിനികളുടെ കലാവിരുന്ന് അരങ്ങേറി. വജ്ര ജൂബിലി തിളക്കത്തിൽ സെന്റ് ജോസഫ് കോളേജ് ഇരിങ്ങാലക്കുട. UGC ചെയർമാൻ പ്രൊഫസർ M ജഗദീഷ് കുമാർ മുഖ്യാതിഥി ആയിരുന്നു. ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ് ഓട്ടോണോമസ് കോളേജിൽ വജ്ര ജൂബിലി ആഘോഷങ്ങൾ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്ലെസ്സി സ്വാഗതം അറിയിച്ച ചടങ്ങിൽ ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ മാനേജർ റെവറൻഡ് സിസ്റ്റർ LC കോക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ഒരാഴ്ചയോളം നീണ്ടുനിന്ന ജൂബിലി ആഘോഷ പരിപാടികൾ UGC ചെയർമാൻ പ്രൊഫസർ M ജഗദീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. 60 വർഷങ്ങൾക്ക് മുമ്പ് സെന്റ് ജോസഫ് കോളേജ് സ്ഥാപിച്ച വ്യക്തികളുടെ സ്വപ്നങ്ങളെ അനർത്ഥമാക്കിക്കൊണ്ട് കോളേജിന്റെ പ്രവർത്തന മേഖല വിപുലമായിരുന്നുവെന്നും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കോളേജാണ് ഇരിഞ്ഞാലക്കുട സെയിന്റ് ജോസഫ് കോളേജ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കുട്ടികളുടെ അഭിരുചികൾക്കനുസരിച്ച് അവരുടെ ഭാവി രൂപകൽപ്പന ചെയ്യാനും അവരുടെ വ്യക്തിത്വ വളർച്ചയ്ക്ക് അനുഗുണമാകുന്ന രീതിയിലാണ് പുതിയ ഉന്നത വിദ്യാഭ്യാസ നയം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്നും ജഗദീഷ് കുമാർ വ്യക്തമാക്കി. ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, ഹോളി ഫാമിലി മദർ സുപ്പീരിയർ ഡോക്ടർ സിസ്റ്റർ ആനി കുര്യാക്കോസ്, ഇരിഞ്ഞാലക്കുട നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ, ഇംഗ്ലീഷ് വിഭാഗം അധ്യാപിക അഞ്ജു സൂസൻ ജോർജ് എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. തുടർന്ന് കൾച്ചറൽ ഫെസ്റ്റ് നടന്നു. നമ്മുടെ പൂർവികർ അഭിമാനിക്കുന്ന, നമ്മുടെ വരും തലമുറ ആരാധിക്കുകയും നെഞ്ചിലേറ്റുകയും ചെയ്യുന്ന ഒരു രാജ്യം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് കൈകോർക്കാം. 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷമാക്കി സെന്റ് ജോസഫ് കോളേജ്. രാജ്യം 75ാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച വേളയിൽ ഇരിഞ്ഞാലക്കുട സെയിന്റ് ജോസഫ്സ് കോളേജും ഭാഗമായി. കോളേജ് അങ്കണത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ബ്ലെസ്സി പതാക ഉയർത്തുകയും മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ആനി കുര്യാക്കോസ് റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകി. അന്ന് തന്നെ NCC പരേഡും അമർ ജവാൻ സ്മാരകത്തിൽ പുഷ്പാർച്ചനയും നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും കോളേജിന്റെയും സഹകരണത്തോടെ നടത്തിയ സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിക്ക് സെന്റ് ജോസഫ് കോളേജ് വേദിയായി. സെന്റ് ജോസഫ്സ് കോളേജിലെ വിവിധ ശാസ്ത്ര വിഭാഗങ്ങളും തൃശൂർ ജില്ലാ പഞ്ചായത്തും കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സമേതം പരിപാടി സംഘടിപ്പിച്ചു. ജാനുവരി 12-ന് നടന്ന പരിപാടിയിൽ പ്രൊജക്ട് കോർഡിനേറ്ററും സെന്റ് ജോസഫ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ആൽഫ്രഡ് ജോ സ്വാഗതം പറയുകയും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്ലെസ്സി അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഉപദേശക സമിതി അംഗവുമായ ലളിത ബാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് IQAC കോർഡിനേറ്റർ ഡോക്ടർ TV ബിനു, കോളേജ് ഉന്നത് ഭാരത് അഭിയാൻ ജോയിന്റ് കോർഡിനേറ്റർ CA ബീന, ഇരിഞ്ഞാലക്കുട ഉപജില്ലാ ശാസ്ത്ര ക്ലബ് കൺവീനർ NK കിഷോർ എന്നിവർ പ്രസംഗിച്ചു. ശാസ്ത്രമേളകളിലും ശാസ്ത്ര ക്വിസ് മത്സരങ്ങളിലും മികവ് പുലർത്തിയ ഉപജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് അവരുടെ ശാസ്ത്ര അഭിരുചി വളർത്തുന്നതിന് വേണ്ടി കോളേജിലെ ശാസ്ത്ര ലാബുകൾ സന്ദർശിക്കുവാൻ അവസരമൊരുക്കുകയും ചെയ്തു. സെന്റ് ജോസഫ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും മികച്ച പൂർവ്വ വിദ്യാർത്ഥിക്കുള്ള അവാർഡ് വിതരണവും നടത്തി. ഇരിങ്ങാലക്കുട സെയിന്റ് ജോസഫ്സ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം മാട്രിയോഷ്ക 2024 പത്മഭൂഷൺ ഫാദർ ഗബ്രിയേൽ സെമിനാർ ഹാളിൽ വെച്ച് നടന്നു. അലുമിനി അസോസിയേഷൻ പ്രസിഡന്റായ ടെസി വർഗീസ് എല്ലാവരെയും സ്വാഗതം ചെയ്തു. അലുമിനി അസോസിയേഷൻ ചെയർപേഴ്സൺ കൂടിയായ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്ലെസ്സി അധ്യക്ഷത വഹിച്ചു.
ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ മദർ സുപ്പീരിയർ ജനറൽ ഡോക്ടർ സിസ്റ്റർ ആനി കുര്യാക്കോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രസ്തുത ചടങ്ങിൽ വെച്ച് 1996 ബാച്ചിലെ മിസ് രഞ്ജന ശങ്കറിനെ മികച്ച പൂർവ്വ വിദ്യാർത്ഥിക്കുള്ള അവാർഡ് നൽകി ആദരിച്ചു. സെൽഫ് ഫിനാൻസിംഗ് കോർഡിനേറ്റർ ഡോക്ടർ സിസ്റ്റർ റോസ് ബാസ്റ്റിൻ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. വാർഷിക വാർത്താ പ്രസിദ്ധീകരണമായ ഡോമസ് ജോസഫൈറ്റിന്റെ പ്രകാശനവും നടത്തപ്പെട്ടു. ഈ അധ്യയന വർഷത്തിൽ കലാലയത്തിൽ നിന്നും വിരമിക്കുന്ന ഡോക്ടർ റോസ്ലിൻ അലക്സ്, സിസ്റ്റർ അല്ലി ആന്റണി, റോസ്ലി കെ.ഡി, ലൂസി എൻ.ടി എന്നിവരെ ആദരിച്ചു. 1983 ബാച്ചിലെ ലത ജോസഫ് നന്ദി രേഖപ്പെടുത്തി. ഊർജ 2024 പഠനത്തിനൊപ്പം വിദ്യാർത്ഥികളിൽ കായികക്ഷമത പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 2023-24 അധ്യയന വർഷത്തിലെ കായികമേള കോളേജിൽ സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട സെൻറ് ജോസഫ്സ് ഓട്ടോണമസ് കോളേജിൽ ജനുവരി 18 കായിക ദിനം സംഘടിപ്പിച്ചു. കോളേജ് ഗ്രൗണ്ടിൽ വിവിധ ഡിപ്പാർട്ട്മെന്റ് മാർച്ച് പാസ്റ്റോടുകൂടി ആരംഭിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്ലെസ്സി പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്ദേശം ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ദീപശിഖ പ്രയാണം ശ്രദ്ധേയമായി. ഭൂതകാലത്തിൽ നിന്ന് പഠിക്കുക, വർത്തമാനകാലത്ത് ജീവിക്കുക, നാളേക്കായി പ്രതീക്ഷിക്കുക എന്ന ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി.